ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈത്തപ്പഴം ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അത് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് കാരമലാക്കി എടുക്കണം. ഒരു 200 ഗ്രാം ഈത്തപ്പഴം, 200 ഗ്രാം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈത്തപ്പഴം കുരുവൊക്കെ കളഞ്ഞ് നുറുക്കി ചെറുതാക്കി പീസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അതാ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതിന് നല്ലൊരു ബ്രൗൺ നിറമാവണ വരെ ചെറിയ തീയിൽ വെച്ച് ഇളക്കിയിട്ട് കാരമലൈസ് ചെയ്തെടുക്കട്ടോ. അപ്പോൾ ക്യാരറ്റൊക്കെ ഇപ്പോൾ വളരെ വില കുറവാണ്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാനായിട്ട് നല്ല സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ അത് നല്ല ബ്രൗൺ കളറായി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല ഡാർക്ക് കളറായി കിട്ടണം. അതുവരെ ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ച ഈത്തപ്പഴം ഉണ്ടല്ലോ, അതും കൂടി ചേർത്തിട്ട് ഒന്ന് കുറച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. തീ എല്ലാം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്, കരിഞ്ഞു പോകും. അപ്പോൾ അത് നമ്മളെ ഈത്തപ്പഴം കാരമലൈസ് ചെയ്ത പഞ്ചസാരയൊക്കെ മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ്, 1 ടീസ്പൂണ് പിന്നെ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട്, 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ ബ്രൗൺ നിറത്തിൽ കാണുന്നത് നമ്മൾ കറുകപ്പട്ട പൊടിച്ചതാണ്. അത് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് നല്ലൊരു മണമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായി വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് വേറൊരു ബൗളിലേക്ക് 3 മുട്ട ഒഴിക്കുക. ഇതൊന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ഇതായിട്ട് അതിലേക്ക് ഇനി 1 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നമുക്ക് നല്ല ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തിട്ട് നല്ല പതച്ചെടുക്കണം കേട്ടോ. കുറച്ച് സമയം തന്നെ എടുത്തിട്ട് ബീറ്റ് ചെയ്തിട്ട് പതപ്പിച്ചെടുക്കാം. അത് അത്യാവശ്യം പതക്കായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യുക, പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ വീണ്ടും ബീറ്റ് ചെയ്തെടുക്കണം. കുറേശ്ശായി ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക്. ബാക്കിയുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് പതപ്പിച്ചെടുക്കുക. നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിൽ നന്നായി പതഞ്ഞ് കിട്ടണം. ഇനി നമുക്ക് മിക്സാക്കി വെച്ചതിലേക്ക് എന്ത് ചെയ്യണം, ഒരു 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്യുക. കണ്ട നല്ലൊരു കുറുക്കം പോലെ പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഇതുണ്ടല്ലോ, കാരമലൈസ് ചെയ്ത് വെച്ച ഈത്തപ്പഴത്തിൻ്റെ ഇത് ഒരു ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വിസ്ക് വെച്ചിട്ട് ചെയ്ത് കൊടുക്കണം. അത് നല്ല ശക്തിയിൽ ഇളക്കി കൊടുക്കണം. അത് കട്ടിയായിട്ട് ഇരിക്കണമല്ല, ഈത്തപ്പഴം പഞ്ചസാരയും കൂടി കാരമലൈസ് ആക്കി വെച്ചത് അത് നല്ല കട്ടിയുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. അതതിൽ മിക്സായിട്ട് വരണം.
അതാ കണ്ട ഈ പരുവത്തിലായിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ചെറുതാക്കി ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് നല്ല ചെറിയതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താലാണ് നല്ലൊരു ഇതിലായി കിട്ടുക. അപ്പോൾ അതുണ്ടാകും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നമ്മൾ കുറുക്കത്തിനനുസരിച്ച് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. 200 ഗ്രാം എടുത്തത്. അപ്പോൾ ബാക്കി നമ്മൾ മൈദ മിക്സാക്കി വെച്ചിരുന്നല്ലോ, ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തിട്ട് വാനില എസൻസൊക്കെ ആക്കിയിട്ട് അങ്ങനെ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ബീറ്റ് എല്ലാം വിസ്ക് വെച്ചിട്ട് കട്ട വിടാതെ അങ്ങനെ ആ മൈദ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടെ. ഗ്യാസിനിട്ട് പൊടിച്ച് വെച്ചതും കൂടി ചേർത്തിട്ട് മിക്സാക്കി കൊടുത്തിട്ട് അപ്പോൾ ഈ കുറുക്കത്തിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിങ്ങനെ ആ വിസ്കുമ്പോൾ ഇങ്ങനെ ഇറ്റണം, കട്ടിക്ക് അത്ര കട്ടിക്കുള്ള ആ ഒരു ഇതിൽ കിട്ടണം. പിന്നെ നമുക്കൊരു പാത്രം എടുത്തിട്ട് കേക്ക് ഉണ്ടാക്കണേ. നമ്മൾ ഏത് കേക്ക് ടിന്നാണെങ്കിൽ അത് ഞങ്ങൾ സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് അത് ഒരു പേപ്പറിൽ മെഴുക്കൊക്കെ പരട്ടിയിട്ട് ഓയിലൊക്കെ തേച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കേശനട്ടൊക്കെ പരത്തി വെച്ചിട്ട് അതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് പോവാനും ഒന്ന് ഇളക്കിയിട്ട് അപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ഹീറ്റാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് ഉപ്പ് വിതറിയിട്ട് എന്തെങ്കിലും ഒരു തെരിക പോലെ എന്തെങ്കിലും ഒന്ന് അതിൽ ഇറക്കി വെച്ചിട്ട് അതിലേക്ക് വേണം നമുക്കിത് ഇറക്കി വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ബബിൾസൊക്കെ കളഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ഓവണുള്ളവർക്ക് ഓവണിൽ കുക്ക് ചെയ്യാം. ഞങ്ങൾ കുക്കറിലാണ് ഉണ്ടാക്കിയത്. എന്നാലും നല്ല സോഫ്റ്റ് ആയിരുന്നു. നല്ല ഇതിൽ പൊന്തി വന്നിട്ടൊക്കെ ആയിട്ട് നല്ല സോഫ്റ്റായ കേക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബായ്, അടുത്ത വീഡിയോയിൽ കാണാം.